പ്രഷർ ഉണ്ടാകുമെന്ന് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് മേഖലയുടെ അത്രയും പ്രഷറൊന്നും ഉണ്ടാകില്ല. പക്ഷേ നമുക്കൊരു മികച്ച ഒരു ഗവൺമെന്റ് ജോബ് തന്നെ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിലൂടെ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ സാലറിയിലേക്ക് വരികയാണെങ്കിൽ 39,000 മുതൽ ഏകദേശം 83,000 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഹായ്, വെൽക്കം ടു CC ലേണിംഗ് ആപ്പ്. നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പോൾ കൺഫ്യൂഷൻ്റെ ടൈമാണ്. നമ്മൾ ഡിഗ്രി ലെവലിന്റെ phase 1 കഴിഞ്ഞു, ഡിഗ്രി ലെവലിന്റെ phase 2 കഴിഞ്ഞു, പ്രിലിംസ് എക്സാമിന്റെ phase 1 phase 2 അങ്ങ് കഴിഞ്ഞു. ഇനി phase 3 മാത്രമേ നിൽക്കുന്നുള്ളൂ. ഏകദേശം 2/3 ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ള ആളുകളുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും കട്ട് ഓഫ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് താഴെ ആയിരിക്കുമോ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടുതലായിരിക്കുമോ, എനിക്കിത് കിട്ടുമോ, കിട്ടിയാൽ ഞാൻ ഏതിന് പഠിക്കണം, എനിക്ക് മാർക്ക് കുറവാണ്, ഞാൻ ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിച്ച കാര്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ കട്ട് ഓഫിലൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും തമ്മിലൊരു താത്വിക അവലോകനം എന്ന രീതിയിൽ രണ്ടും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇതിനാണ് സാലറി കൂടുതൽ, ഏതിനാണ് സാലറി കുറവ്, ഏത് കിട്ടാനാണ് കൂടുതൽ ചാൻസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റിസൾട്ടാണ് കഴിഞ്ഞതിന്റെ 9 മാസമാണ് അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത്. CC സംബന്ധിച്ചോളം അഭിമാനത്തിന്റെ നിമിഷം ആയിരുന്നു. ഇതിൽ നമ്മുടെ ലോങ് ബാച്ചിലെ കുട്ടികളുണ്ട്, ക്രാഷ് ബാച്ചിലെ കുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ബാച്ചിലെയും കുട്ടികളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഒരു പൊസിഷനിലേക്ക് സെക്രട്ടേറിയറ്റ്സിന്റെ അഡ്വൈസ് തുടങ്ങിയിട്ടില്ല, CCയുടെ കുട്ടികൾ ഉണ്ടായിരിക്കും, നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല ഒരു പൊസിഷനിലേക്ക് വരാൻ പറ്റുന്ന അവസരങ്ങളാണ് ഈ ഒരു ഡിഗ്രി പ്രിലിംസിന്റെ ജോബുകളിലുള്ളത്. മെയിൻസ് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് ആദ്യം കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് നോക്കാം. എന്താണ് ജോബ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എലൈറ്റ് സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് ക്ലറിക്കൽ കേഡർ ആണ്. അതായത് ക്ലറിക്കൽ ജോബും ഉണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് എന്തുണ്ട്, എക്സിക്യൂട്ടീവ് പവറുമുള്ള ഒരു ഉന്നതമായിട്ടുള്ള ഒരു ജോബാണ് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിന് കീഴിലുള്ള ബോർഡുകളിലും കോർപ്പറേഷനുകളാണ്. ലൈക്ക് KSFE, KSEB, ബെവ്കോ മുതലായിട്ടുള്ള ബോർഡുകളിലും കോർപ്പറേഷനുകളിലുമാണ് ഈ ഒരു ജോബ് ഉള്ളത്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കമ്പനികൾ കേരള ഗവൺമെന്റിന് കീഴിലുള്ള കമ്പനികളിലേക്കുള്ള ജോബാണിത്. ലൈക്ക് ഇതൊരു കോർപ്പറേറ്റ് ബിസിനസ് നേച്ചറുള്ള ഒരു ജോബായിരിക്കും. അതായത് കമ്പനിയുടെ ലാഭത്തിനും നഷ്ടത്തിനും അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതൊരു പ്രൈവറ്റ് മേഖലയിൽ എങ്ങനെയാണോ ജോബ് ഉണ്ടാകുക ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. പ്രഷർ ഉണ്ടാകുമെന്ന് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് മേഖലയുടെ അത്രയും പ്രഷറൊന്നും ഉണ്ടാകില്ല. പക്ഷേ നമുക്കൊരു മികച്ച ഒരു ഗവൺമെന്റ് ജോബ് തന്നെ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിലൂടെ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേസമയം ഇതിന്റെ സാലറി സ്കെയിലിലേക്ക് നോക്കുകയാണെങ്കിൽ വേരി ബൈ സ്പെസിഫിക് PSUs. അതായത് നമുക്ക് ഏകദേശം നിയർലി സ്റ്റാർട്ടിങ് 30K ആയിരിക്കും. നിയർലി ഏകദേശം എല്ലാ കമ്പനിയുടെയും 30K ആയിരിക്കും അതിന്റെ സ്റ്റാർട്ടിങ്ങിനുള്ള സാലറി എന്ന് പറയുന്നത്. ഓരോ കമ്പനിക്ക് അനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കും. ഓരോ കമ്പനികളാണ് അവിടുത്തെ എന്ത് നിശ്ചയിക്കുന്നത്, അവിടുത്തെ പേറോൾ നിശ്ചയിക്കുന്നത്, സ്റ്റാർട്ടിങ്ങിനുള്ള സാലറി നിശ്ചയിക്കുന്നത്. അതോടൊപ്പം തന്നെ അലവൻസ് നോക്കുകയാണെങ്കിൽ DA ഉണ്ടായിരിക്കും, HRA ഉണ്ടായിരിക്കും, മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനീസിന് പല രീതിയിലായിരിക്കും. അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ബോണസ് ഉണ്ടായിരിക്കും. ബോണസ് അതാണ് ഇത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെവ്കോയിലാണ് ജോലി കിട്ടുന്നത് വെച്ചോ. ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്, കേരള ഗവൺമെന്റ് കീഴിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ബെവ്കോയാണ്. ഓണത്തിന്റെ ടൈമിലും ന്യൂ ഇയറിന്റെ ടൈമിലൊക്കെ നല്ല സെയിൽ നടക്കുന്ന ഒരു കമ്പനിയാണ് ബെവ്കോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബെവ്കോയിൽ ജോലി കിട്ടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ബോണസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതൊരു കമ്പനിക്കും അതനുസരിച്ചുള്ള ബോണസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഹൈറാർക്കി എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിട്ട് കയറുകയാണെങ്കിൽ പിന്നെ സീനിയർ അസിസ്റ്റന്റ് ആവും, സൂപ്പറിൻറ്റൻഡന്റ് ആവും, അസിസ്റ്റന്റ് മാനേജർ ആകും, പിന്നെ അവിടുത്തെ മാനേജർ മുതൽ ഡയറക്ടർ വരെയുള്ള പൊസിഷനിലേക്ക് വരാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട് ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ സംബന്ധിച്ചോളം. നിങ്ങളൊരു ചെറിയ പ്രായത്തിൽ കയറുകയാണെങ്കിൽ 22-23 വയസ്സിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാനേജർ പൊസിഷനിൽ വരെ നമുക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ അഡ്വൈസ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടം 2022 2 കാറ്റഗറികളിലേക്കുള്ള ഒറ്റ പരീക്ഷയാണ് നടന്നത്. മൊത്തം അഡ്വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3180 പേർക്ക് അഡ്വൈസ് ഇന്നത്തെ ദിവസം വെച്ച് ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. വേറെ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിനും ഇത്രയും അധികം അഡ്വൈസുകൾ പോയിട്ടില്ല.
അതാണ് മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നിങ്ങൾ പഠിക്കണമെന്ന് എല്ലാവരും പറയണത്. ഇനി കാറ്റഗറി 653 2021 ആണെങ്കിൽ 2264 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി കാറ്റഗറി 026 2022 ആണെങ്കിൽ 916 പേർക്ക് എന്തുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, കട്ട് ഓഫ് നോക്കിക്കേ, വലിയ കാര്യമായിട്ടുള്ള കട്ട് ഓഫ് ഒന്നും ഇല്ല. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് നല്ല രീതിയിലായിരിക്കും കട്ട് ഓഫ് വന്നത്. ഏകദേശം 140 കട്ട് ഓഫ് വന്നു. എന്ന് പറയുന്നത് എന്താണ്, 100ലേക്ക് ആക്കുകയാണെങ്കിൽ 70 കട്ട് ഓഫ് വന്നത്. അതുപോലെയുള്ള ഭീമമായിട്ടുള്ള കട്ട് ഓഫ് ഒന്നും എന്തിനില്ല, ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഇല്ല. നിങ്ങൾക്ക് ഒരു ഡിഗ്രി നിലവാരത്തുള്ള ഒരു മികച്ച ഒരു ജോലിയാണ് സ്വപ്നമെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. കാരണം അത്ര വലിയൊരു കോമ്പറ്റീഷൻ ഇല്ല, പഠിച്ച നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സെർവ് ആസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക് ബോൺ ഓഫ് കേരളാസ് യൂണിവേഴ്സിറ്റീസ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റി, കോട്ടയത്തുള്ള MG യൂണിവേഴ്സിറ്റി, കൊച്ചിയിലുള്ള കുസാറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇവിടെയുള്ള കേരളത്തിലെ ഗവൺമെന്റിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റികളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ജോബാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ജോബ് റോൾ നോക്കുകയാണെങ്കിൽ മാനേജ് സ്റ്റുഡന്റ് റെക്കോർഡ്സ്, എക്സാമിനേഷൻ ലോജിസ്റ്റിക്സ്, അഡ്മിഷൻസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഓപ്പറേഷൻസ്, പ്രൊവൈഡിങ് എ പ്രൊഫഷണൽ എൻവയോൺമെന്റ്. അതായത് നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനൊക്കെ യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എക്സാമിന്റെ റീവാലുവേഷൻ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, അവിടുത്തെ പോളിസി മേക്കേഴ്സ് ആണ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെനൗണ്ട് ഫോർ ഹാവിങ് എ ഫാസ്റ്റർ പ്രൊമോഷൻ ട്രാക്ക് ദാൻ മോസ്റ്റ് അതർ ക്ലറിക്കൽ കേഡേഴ്സ്. അതായത് മറ്റുള്ള വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൊമോഷൻ ഉള്ള സാധ്യത നല്ല രീതിയിൽ തന്നെയുണ്ട്. നിങ്ങളൊരു ചെറിയൊരു പ്രായത്തിൽ കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ഹയറാർക്കി ഉണ്ട്, നിങ്ങൾക്ക് മുകളിലേക്ക് പടിപടിയായിട്ട് നല്ലൊരു പൊസിഷനിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ സാലറിയിലേക്ക് വരികയാണെങ്കിൽ 39,000 മുതൽ ഏകദേശം 83,000 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള നല്ലൊരു സാലറി തന്നെ നമുക്ക് ഈ ഒരു പാക്കേജിലുണ്ട്. അലവൻസുകൾ നോക്കുകയാണെങ്കിൽ DA, HRA, അതുപോലെ മെഡിക്കൽ ബെനിഫിറ്റ്സ്. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, പെൻഷൻ സ്കീം നോക്കുകയാണെങ്കിൽ കവേർഡ് അണ്ടർ ദി നാഷണൽ പെൻഷൻ സിസ്റ്റം. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വെച്ച് ഇത് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള പെൻഷൻ സ്കീമുണ്ട്, പെൻഷൻ പദ്ധതി ഉണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ചില സെക്ടറിൽ, ചില പബ്ലിക് സെക്ടർ യൂണിറ്റുകളൊന്നും പെൻഷൻ സ്കീം എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അതോടൊപ്പം തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ചിലത് ഇപ്പോൾ KSF ഒക്കെ ആണെങ്കിൽ അവരുടെ ശമ്പളത്തിൽ തന്നെ പിടിച്ചിട്ടുള്ള ആ ഒരു രീതിയൊക്കെയാണ് 2013 തൊട്ട് തുടരുന്നത്. സോ നമുക്ക് ഒരു നല്ലൊരു പെൻഷൻ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഹൈറാർക്കിയിലേക്ക് വരികയാണെങ്കിൽ, ഒരാൾ എൻട്രി ലെവലായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറുകയാണെങ്കിൽ അദ്ദേഹം പിന്നെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആകുന്നു, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആകുന്നു, സെക്ഷൻ ഓഫീസർ ആകുന്നു, അസിസ്റ്റന്റ് രജിസ്ട്രാർ ആകുന്നു, ഡെപ്യൂട്ടി രജിസ്ട്രാർ ആകുന്നു, ജോയിന്റ് രജിസ്ട്രാർ വരെ ആകുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ കുത്തിയിരുന്ന് പഠിച്ചോ, ഇപ്പോഴുള്ള കുത്തിയിരുന്നുള്ള പഠിത്തം നിങ്ങളെ നല്ല ഒരു പൊസിഷനിലേക്ക് എത്തിക്കും. ഇനി ജസ്റ്റ് രണ്ട് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ കുറവാണ്. 358 പേർക്കാണ് ഇവിടെ അഡ്വൈസ് പോയിട്ടുള്ളത്. ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 2022 486 എന്നുള്ള കാറ്റഗറിയിൽ വരികയാണെങ്കിൽ 358 ആണ് അവിടുത്തെ അഡ്വൈസ് നില എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ പരീക്ഷ ലേശം പാടായിരുന്നു കൊണ്ട് തന്നെ 57 ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പരീക്ഷ പാടാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ 57 നമുക്കൊരു വലിയൊരു കടമ്പയല്ല. നമ്മൾ 70, 80 ഒക്കെ നമ്മൾ അടിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വർക്ക് എൻവയോൺമെന്റ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ അക്കാഡമിക് സെക്ടറിൽ ഹയർ എഡ്യൂക്കേഷൻ, കോളേജിയേറ്റ് എഡ്യൂക്കേഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റികളിലായിരിക്കും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലാണ്, KSFB, KSEB, ബെവ്കോ മുതലായിട്ടുള്ള പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലാണ്. ഇനി പ്രൈമറി പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 39,300 മുതൽ 83,000 വരെയാണ് അതിന്റെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് വരികയാണെങ്കിൽ 27,800 മുതൽ 59,400 വരെയാണ്, ഏകദേശം 30,000 അടുത്താണ്. ഇപ്പോൾ കെൽട്രോൺ പോലുള്ള കമ്പനികളിലൊക്കെ 27, 28 ആയിരിക്കും. അതേസമയം KSFBയിലൊക്കെ ആണെങ്കിൽ 30 കൂടുതൽ നമുക്ക് വരാം, KCBയിലും വരാം. അതോടൊപ്പം തന്നെ പ്രൊമോഷൻ സ്പീഡ് കമ്പാരിറ്റീവ്ലി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഏകദേശം മോഡറേറ്റ് ആയിട്ടുള്ളതാണ്. അതേസമയം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലാണെങ്കിൽ
ഫാസ്റ്റർ ആണ്. 5-7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് എന്തിലേക്ക് മാറാനായിട്ട് പറ്റും, സെക്ഷൻ ഓഫീസറിലേക്ക് മാറാനായിട്ട് പറ്റും. ഇനി വർക്ക് നേച്ചർ നോക്കുകയാണെങ്കിൽ അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ, റെക്കോർഡ് അങ്ങനെയുള്ള ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ആയിരിക്കും എന്തിനുണ്ടാകുക, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ ഉണ്ടാകുക. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് വരികയാണെങ്കിൽ കോർപ്പറേറ്റ് ഓപ്പറേഷൻസ് ആൻഡ് പബ്ലിക് ഡീലിംഗ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഒരു കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ എവിടെ ഉണ്ടാകുക, കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ പബ്ലിക് ഡീലിംഗ്, ഇപ്പോൾ നമ്മൾ KSFBയുടെയോ അല്ലെങ്കിൽ KSEBയുടെയോ ഒക്കെ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ആളുകൾ ഇരിക്കുന്നില്ല, അവരെല്ലാം എന്താണ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റുകളാണ്. ഇനി ട്രാൻസ്ഫർ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കാണ് കൂടുതലും ട്രാൻസ്ഫർ നടക്കുന്നത്, അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോകണം. യൂണിവേഴ്സിറ്റികൾ വരികയാണെങ്കിൽ ഒരാൾ കേരള യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ എങ്ങോട്ടായിരിക്കും, MG യൂണിവേഴ്സിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ കുസാറ്റിലേക്കായിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ ട്രാൻസ്ഫർ പോകുന്നത്. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ റെസ്പെക്റ്റീവ് PSC ലൊക്കേഷൻ സ്റ്റേറ്റ് വൈഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മലബാർ സിമെന്റിലാണ് ജോലി കിട്ടുന്നത്. ഇപ്പോൾ മലബാർ സിമെന്റ് പാലക്കാടായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക, നിങ്ങൾക്ക് ചേർത്തലയിലേക്കായിരിക്കും പിന്നെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമ്പനി എവിടെയാണോ ഉള്ളത് അവിടെ അങ്ങോട്ടായിരിക്കും ട്രാൻസ്ഫർ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും മികച്ച ജോലികളാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ സംബന്ധിച്ചോളം പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ കുറച്ചുകൂടി മെനക്കെടണം. അപ്പോൾ അതുപോലെ തന്നെ സാലറിയുടെ സ്കെയിലും രണ്ടും ഡിഫറൻ്റ് ആണ്, പ്രൊമോഷന്റെ കാര്യങ്ങളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ച്, നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ കമ്പനി ബോർഡ് തന്നെ പഠിക്കണം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ബാച്ചിനെ സംബന്ധിച്ചോളം കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും, ഡെയിലി ക്വിസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മികച്ച ഒരു ദൃഢ ദൗത്യത്തിനുള്ള ബാച്ചാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമല്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി ഉള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, എക്സാം വരെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, നന്ദി, നമസ്കാരം.